സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, നമ്മൾ ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദിവ്യാസ്ത്ര എന്ന പേരിൽ ദിവ്യാസ്ത്ര MK1, MK2, MK3 ഇങ്ങനെ 3 തരത്തിലുള്ള ഡ്രോണുകളുണ്ട്. ഇതിൽ ദിവ്യാസ്ത്ര MK3യുടെ പരീക്ഷണ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള പരീക്ഷണം നടത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു ജെറ്റ് എൻജിൻ ഉപയോഗിച്ചാണത് പരീക്ഷണം നടത്തിയത്. സാർ, അതുമാത്രമല്ല UP-യിൽ ഒരു കമ്പനിയിൽ ഈ ഡ്രോൺ നിർമ്മിക്കുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സാർ, എന്താണ് ഈ ദിവ്യാസ്ത്ര എന്ന ഡ്രോണുകളുടെ പ്രത്യേകത? അത് MK1 ഉണ്ട്, MK2 ഉണ്ട്, MK3 ഉണ്ട്. ഒന്ന് പറയാമോ? ഒന്ന് ചുരുക്കി പറയാമോ? ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിർമ്മിച്ച ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന ആദ്യത്തെ ഡ്രോണായ ദിവ്യാസ്ത്ര MK3 MK3 വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തി അതിന്റെ ലക്ഷ്യസ്ഥാനത്തെ തകർത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണ് ഡ്രോണുകളുടെ ചരിത്രത്തിൽ. ഇത് ആദ്യമായിട്ടാണോ ഇന്ത്യയിൽ ഇത്തരം ഒരു ഡ്രോൺ നിർമ്മിക്കുന്നതെന്നുള്ളൊരു ചോദ്യം വരാം. അല്ല, ഇത് ലോയിറ്ററിംഗ് മ്യൂണിഷൻ എന്ന് പറയുന്ന, അതായത് സൂയിസൈഡ് ഡ്രോൺ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു ഡ്രോണാണ്. ഈ ഡ്രോണ് ഇത്തരം ഡ്രോണുകൾ ഇന്ത്യയിൽ അല്ലാതെ മറ്റു പലതുമുണ്ട്. ടാറ്റയുടെ ALS-50 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോൺ ഉണ്ട്. അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്നുണ്ട്, മറ്റു പല കമ്പനികളും നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ടർബോഫാൻ എഞ്ചിൻ എന്ന എഞ്ചിൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. ഈ ടർബോ ജെറ്റ് എഞ്ചിൻ എന്ന എഞ്ചിൻ ഉപയോഗിച്ചത് ഒരു ഡ്രോൺ പറക്കുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ. ടർബോജെറ്റ് എഞ്ചിന്റെ ഒരു ഗുണമെന്നത് മറ്റ് ടർബോഫാനെ അപേക്ഷിച്ച് ടർബോജെറ്റ് എഞ്ചിന് വളരെ വേഗത്തിൽ കുതിച്ചു പായാൻ ഒരു ഡ്രോണിനെ സഹായിക്കും. വരുന്ന നാളുകൾ ടർബോഫാൻ എഞ്ചിന്റെ അതല്ല. ടർബോഫാൻ എഞ്ചിൻ കുറച്ചുകൂടി കൂടുതൽ സമയം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനും പക്ഷെ അത് വളരെ പതുക്കെയാണ് പോകുന്നത്. അതുപോലെ പിസ്റ്റൺ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളുണ്ട്. ഇപ്പം പല മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോണുകളൊക്കെ തന്നെ ഈ പിസ്റ്റൺ എഞ്ചിൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അത്തരം ഡ്രോണുകളൊക്കെ തന്നെ വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ ഒരു 200 കിലോമീറ്ററോ 250 കിലോമീറ്ററോ ഒക്കെ ഒരു ക്രൂയിസിങ് സ്പീഡാണ് അതിനുള്ളത്. പക്ഷെ ആ സ്പീഡ് അല്ല ഇത്തരം ഒരു ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഡ്രോണിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യസ്തം. ആദ്യത്തെ ടർബോഫാൻ എഞ്ചിൻ അല്ലെങ്കിൽ പിസ്റ്റൺ എഞ്ചിൻ ഡ്രോണുകളും ഒക്കെ അത് ശത്രുവിന്റെ ആന്റി ഡ്രോൺ മിസൈലുകൾക്കോ മറ്റു സംവിധാനങ്ങൾ കൊണ്ടോ അത് വേഗം തകർക്കാൻ പറ്റും. ഇപ്പോ അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകൾ അതിന്റെ 25% തകർക്കാൻ ഇറാന് കഴിഞ്ഞു എന്നാണ് വാർത്ത പുറത്തു വന്നത്. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തപ്പം തുർക്കിയുടെ പേരുകേട്ട ബൈറക്ടർ TB2ന്റെ 4 ഡ്രോൺ ആദ്യത്തെ ദിവസം പാകിസ്ഥാൻ വിക്ഷേപിച്ചു. 4 എണ്ണവും ഇന്ത്യ തകർത്തു. അതോടെ അവരത് നിർത്തി. ബാക്കിയുള്ളതെല്ലാം ഈ വിളക്കിലേക്ക് പറന്നെടുക്കുന്ന ഈയാമ്പാറ്റ പോലെ ചിറക് അറ്റ് വീഴും എന്നവർക്ക് മനസ്സിലായി. അവർ ആ പരിപാടി നിർത്തി. തുർക്കിയുടെ ഇന്ത്യയോടുള്ള ദേഷ്യത്തിന്റെ ഏറ്റവും വലിയ കാരണം അതാണ്. തുർക്കിയുടെ സൂയിസൈഡ് ഡ്രോൺ ആകട്ടെ മെയിൽ ഡ്രോണുകളാകട്ടെ രണ്ടും ഇന്ത്യ തകർത്തു. അപ്പോ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിവേഗം കുതിച്ചു പായുന്ന ഡ്രോണുകളായിരിക്കും. വരും ദിവസങ്ങളിൽ ഇനി സൂപ്പർസോണിക് ഡ്രോണുകൾ വരും. അതല്ലെങ്കിൽ ഇപ്പൊ ഏതാണ്ട് ഒരു മണിക്കൂറിൽ 600-700 കിലോമീറ്റർ ഒക്കെ വേഗതയിൽ പോകുന്ന ഡ്രോണെങ്കിലും വേണം. അതിന് സഹായിക്കുന്നതാണ് ഈ ടർബോജെറ്റ് എഞ്ചിൻ. ഇന്ത്യയില് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷണം നടത്തിയത് ഈ ഹോവറിറ്റ് എന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ ദിവ്യാസ്ത്ര സീരീസ് ഓഫ് ഡ്രോൺ ഇറക്കുന്നത്. MK1, MK2, MK3. ഇതില് ഈ ദിവ്യാസ്ത്ര MK3 വേഗത കൊണ്ട് ലോകത്തെ അതിശയിപ്പിക്കാൻ പോകുന്ന ഒരു ഡ്രോൺ ആയിരിക്കും. ഇതോടൊപ്പം തന്നെ അവർ വികസിപ്പിക്കുന്ന ഒരു ഡ്രോണാണ് ദിവ്യാസ്ത്ര MK2. MK2വിന്റെ പ്രത്യേകത അത് അതിന്റെ റേഞ്ചാണ്. അതായത് അത് 2000 കിലോമീറ്റർ വരെ പോകാൻ ശേഷിയുള്ള ഒരു ഡ്രോണാണ്. മാത്രമല്ല വലിയ ഒരു ഭാരം വഹിച്ചുകൊണ്ട് ഏതാണ്ട് 50 കിലോയിലധികം ഭാരം പേലോഡ് വഹിക്കാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആയിരിക്കും ഈ ദിവ്യാസ്ത്ര MK2. അപ്പൊ ഈ 2 ഡ്രോണും സൈമൾട്ടേനിയസ് ആയിട്ട്
പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ദിവ്യാസ്ത്ര MK3 ഇന്നലെ പരീക്ഷിച്ചു. ആ പരീക്ഷണം വിജയകരമായിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു ജെറ്റ് എഞ്ചിൻ, അതായത് ടർബോ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരു വലിയ നേട്ടമാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ വരുന്ന ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ഡ്രോണുകളുടെ ലോകമാണ്. അപ്പോ സ്വന്തമായിട്ട് ഡ്രോൺ നിർമ്മിച്ചാൽ മാത്രം പോരാ, ഡ്രോൺ എഞ്ചിനൂടെ നിർമ്മിക്കണം. ആ എഞ്ചിനും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരിക്കും വരുന്ന ദിവസം യുദ്ധങ്ങളിൽ അവർക്കായിരിക്കും മേൽക്കൈ. ഈ ദിവ്യാസ്ത്ര MK1 ഇപ്പോൾ തന്നെ അതിന്റെ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോ ഓപ്പറേഷണലൈസ് ആവാൻ പോവുകയാണ്. അത് 500 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച്. പക്ഷെ അതിന് കുറച്ച് അധികം ഭാരമുള്ള പേലോഡ് വഹിക്കാൻ പറ്റില്ല. അതായത് അത് വഹിക്കുന്ന സ്ഫോടക വസ്തു അത് 15 കിലോയാണ്. പക്ഷെ എങ്കിലും അതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഡ്രോണാണ്. അത് സ്വാമിങ് എന്ന ഒരു പരിപാടി, അതായത് ഒരു 10-20 ഡ്രോണുകൾ ഒരുമിച്ച് പോവുകയും അതിൽ ഒരു ഡ്രോൺ അതിന്റെ ലീഡറായിട്ടിരിക്കുകയും ആ ലീഡറായിട്ടിരിക്കുന്ന ഡ്രോണിന്റെ കമാൻഡ് അനുസരിച്ച് ബാക്കി ഡ്രോണുകൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ്, ആ നെറ്റ്വർക്കിങ്ങിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഡ്രോണാണ് ദിവ്യാസ്ത്ര. ഈ ദിവ്യാസ്ത്ര MK2-നും 3-ക്കും ഈ നെറ്റ്വർക്കിംഗ് എബിലിറ്റി ഉണ്ടാകും. അപ്പോ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള. ഈ മെഷ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഡ്രോണുകളായിരിക്കും ഇതെല്ലാം തന്നെ. ഇത് ശരിക്കു പറഞ്ഞാല് അതൊരു വലിയ നമ്മളെ സംബന്ധിച്ച്, അതായത് ഇന്ത്യ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം സൂയിസൈഡ് കാമിക്കാസ ഡ്രോണുകളുടെ ഒരു ആസ്ഥാനമായിട്ട് മാറും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ ഡ്രോണുകൾ നമുക്ക് നൽകുന്നത്. ഇപ്പോ ഈ എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയായ DG പ്രൊപ്പൽഷൻ എന്ന കമ്പനിയാണ്. ഈ എഞ്ചിന്റെ ത്രസ്റ്റ്, അതായത് ഇത് കൊടുക്കുന്ന ശക്തി ഏതാണ്ട് 4.25 കിലോ ന്യൂട്ടൺ ആണ്. ഇവർക്ക് പല വേരിയൻസ് ഉണ്ട്. ഇത്തരത്തിന് 1.5 കിലോ ന്യൂട്ടന്റെ ശക്തി കൊടുക്കുന്ന എഞ്ചിനുണ്ട്. അതുപോലെ 3.25 കിലോ ന്യൂട്ടന്റെ ശക്തി കൊടുക്കുന്ന എഞ്ചിനുണ്ട്. അപ്പോൾ ഈ ദിവ്യാസ്ത്ര സീരീസിൽ മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ DG പ്രൊപ്പൽഷന്റെ ഡ്രോണുകളാണ്. ഈ ഹോവറിറ്റിന്റെ ഡ്രോണുകളിൽ ഇപ്പോൾ തന്നെ വിദേശ കമ്പനികൾ പലരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ MK2-വിന്റെ കാര്യം. MK2 അതിന്റെ ദൂരം കൊണ്ടാണ്, അതിന്റെ ദൂരപരിധി, റേഞ്ച് കൊണ്ടാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. അത് 1500 തൊട്ട് 2000 കിലോമീറ്റർ വരെ പരമാവധി ദൂരം. അത് തീർച്ചയായിട്ടും പല ക്രൂയിസ് മിസൈലുകളെക്കാൾ വലിയ ദൂരമാണ്. മാത്രമല്ല അതിന് 50 കിലോ സാധാരണഗതിയിൽ പേലോഡ്, 50 കിലോ സ്ഫോടക വസ്തു. അത് മാത്രവുമല്ല, അത് വേണമെങ്കിൽ 100 കിലോ വരെ സ്ഫോടക വസ്തു വഹിക്കാനുള്ള ശേഷിയുള്ളതാണ്. അതായത് പല ചെറിയ ക്രൂയിസ് മിസൈലുകളും 200 കിലോ ആണ് വാർഹെഡ് അത് വഹിക്കുന്നത്. അപ്പം 100 കിലോ വാർഹെഡ് വഹിക്കുന്ന ഒരു ഡ്രോൺ എന്നത് തീർച്ചയായിട്ടും അതൊരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോ ഇതുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് ഇറാന്റെ ഷഹീദ് ക്ലാസ് എന്ന ഡ്രോണുകളാണ്, സൂയിസൈഡ് ഡ്രോൺ. പക്ഷേ ഷഹീദ് ക്ലാസ് ഡ്രോണുകൾക്ക് പലതിനും അതിന്റെ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഷഹീദ് ഡ്രോൺ ഉണ്ട്. പക്ഷെ അതിനൊക്കെ വഹിക്കാൻ ശേഷിയുള്ള പേലോഡ് എന്ന് പറയുന്നത് വെറും 25-30 കിലോഗ്രാം. പക്ഷെ നമ്മളിപ്പോ നിർമ്മിക്കുന്ന ഈ ദിവ്യാസ്ത്ര MK2-ന് ഏറ്റവും കുറഞ്ഞത് 50-ഉം കൂടിയത് 100-ഉം കിലോ സ്ഫോടക വസ്തു വഹിക്കാൻ കഴിയും. അപ്പോൾ അതിന്റെ കാര്യം, വലിയ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ടാർഗറ്റുകളൊക്കെ തന്നെ തകർക്കാൻ ഈ ഡ്രോൺ മതിയാവും. എന്തായാലും ശരി, ഇത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ രംഗത്തെ വിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ ഇന്നലെ MK2-വിന്റെ പരീക്ഷണം, MK3-യുടെ പരീക്ഷണം പറക്കൽ നടന്നു. MK2-വിന്റെ പരീക്ഷണ പറക്കൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. MK1 പരീക്ഷണ പറക്കലുകളൊക്കെ പൂർത്തിയാക്കി, സർട്ടിഫിക്കേഷനുകൾ ഒക്കെ പൂർത്തിയാക്കി അത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ട് കാത്തിരിക്കുകയാണ്.
ഈ വരുന്ന ദിവസങ്ങളിൽ MK2 പരീക്ഷണ പറക്കലുകൾ നടക്കും. ആ ദിവസങ്ങളിൽ കൂടുതൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും അതുപോലെ ഇത് കൂടുതൽ നമുക്ക് താരതമ്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഇറാന്റെ ഷഹീദ് ഡ്രോണുകളുമായിട്ട്. കാരണം ഇന്ന് ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾക്ക് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ഡ്രോണുകൾ മാറിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ആവശ്യക്കാർ പല രാജ്യങ്ങളുണ്ടാകും. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഡ്രോണുകൾക്ക് കാലെന്ന മറ്റൊരു ഡ്രോണിന് ഒരുപാട് എൻക്വയറീസ് ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നു. അത് ഏതാണ്ട് 1000 കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ളതാണ്. അപ്പം അതിന്റെ ഇരട്ടി ദൂരപരിധിയുള്ള ദിവ്യാസ്ത്ര അതെന്തായാലും 1 കൊല്ലമെങ്കിലും എടുക്കും അതിന്റെ പരീക്ഷണ പറക്കൽ പൂർത്തിയായി സർട്ടിഫിക്കേഷനുകളിലൊക്കെ ലഭിക്കാൻ. പക്ഷെ അപ്പോഴേക്കും തന്നെ അതിന്റെ ആവശ്യക്കാർ തീർച്ചയായിട്ടും രംഗത്തെത്തും. ചുരുക്കി പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഡ്രോണുകളുടെ ദീർഘദൂര ഡ്രോണുകളുടെ ഒരു നിരയുമായിട്ട് ഇന്ത്യൻ സ്വകാര്യ മേഖല മുന്നേറുകയാണ്. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് കൂടുതൽ പരീക്ഷണങ്ങളുടെ വിവരങ്ങളുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു സർ.